നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കുത്തരിക്കഞ്ഞിയും കപ്പപ്പുഴുക്കും കുട്ടികൾക്ക് കൊയ്ത്ത് ആവേശമായി. തിരുനാവായ ഒയിസ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന കൊയ്ത്തുത്സവമാണ് പഴമയുടെ പെരുമയിൽ നടന്നത്. തിരുനാവായയിലെ പ്രമുഖ കർഷകൻ സോളമൻ കളരിക്കൽ കൊടക്കൽ വെങ്കുളം പാടശേഖരത്തിൽ കൃഷി ചെയ്ത രക്തശാലി ജൈവ കൃഷിയാണ് കുട്ടികളും നാട്ടുകാരും ചെയ്ത് കൊയ്തെടുത്തത്. കർഷകൻ സോളമൻ തയ്യാറാക്കിയ കുത്തരിക്കഞ്ഞിയും കപ്പപ്പുഴുക്കും ചമ്മന്തിയും കൊയ്ത്തുത്സവത്തിന് പുതിയ രുചി പകർന്നു. ഒയിസ്ക തിരുനാവായ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒയിസ്ക മലപ്പുറം ജില്ലാ സെക്രട്ടറി കുമാരൻ വള്ളിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി ഓഫീസർ ഫസ്ന ക്ലാസ് എടുത്തു. ADA ബിന്ദു, AES സെൻട്രൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സ്വപ്ന, ഷീബ തിരൂർ, അംബുജൻ തവനൂർ, സതീഷ് ബാബു നടുവട്ടം, TK അലവിക്കുട്ടി, KK റസാഖ് ഹാജി തിരൂർ, ജീവരാജ്, ഷെരീഫ് പട്ടണടക്കാവ്, അധ്യാപകരായ നീനു, ഷമീമ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒയിസ്ക സെക്രട്ടറി മൊയ്തീൻകുട്ടി തിരുനാവായ കൊയ്ത്തുപാട്ടിന് നേതൃത്വം നൽകി. AES സെൻട്രൽ സ്കൂളിലെ കുട്ടികൾക്ക് കൊയ്ത്തുത്സവം വേറിട്ടൊരു പഠനാനുഭവമായി. ഒയിസ്ക ട്രഷറർ MS ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളുടെ വക ആദ്യമായിട്ടൊരു കയ്യടി. കാരണം ഞങ്ങളെ സങ്കല്പങ്ങളൊക്കെ തെറ്റിച്ചിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. കാരണം നിങ്ങളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ ആ യൂണിഫോമും ആ പാൻറ്റും അതുപോലെ ആ ഷൂവും ഷോക്സൊക്കെ ഇട്ട് നിങ്ങളൊരു ഒരു എക്സിക്യൂട്ടീവ് മോഡലിൽ വരുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാമിനെ തന്തവായ്പായിട്ടും തള്ളവായ്പായിട്ടും കണ്ടിട്ടില്ലല്ലോ എന്ന സന്തോഷം നിങ്ങൾ ആദ്യമായിട്ട് അറിയിക്കട്ടെ. എൻവയറമെന്റൽ സംഘടനയിലെ ഏറ്റവും വലിയ സംഘടനയായ ഒയിസ്ക ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ ഭാഗമായിട്ട് അതിൻ്റെ തിരുനാവായ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ സംഘടന നമ്മുടെ തിരുനാവായ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 4 മാസമാണ് പ്രായമായത്. അതായത് 20/8/2025 ഇതിൻ്റെ ഉദ്ഘാടനം. അതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയത് നിങ്ങളെപ്പോലെയുള്ള ഇളം തലമുറയ്ക്ക് വേണ്ടിയാണ്. അതായത് ആദ്യമായി നടത്തിയത് ചെങ്ങമ്പള്ളി LP സ്കൂളിൽ ഈ ഒയിസ്കയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് 40 കുട്ടികൾക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തുകൊണ്ടാണ് നടത്തിയത്. ഒയിസ്ക ഇന്റർനാഷണൽ നടത്തുന്ന ഒരു മിൽമ ടോപ്പ് ടീം എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ഈ എക്സാം 4 സ്കൂളിൽ വെച്ച് നടത്തി. അടുത്ത വർഷം നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നമുക്ക് നടത്തിക്കൂടെ? സമ്മതമല്ലേ നിങ്ങൾക്ക്? ഓക്കെ. നിങ്ങൾ ഒയിസ്കയുടെ കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ, വെരി ഗുഡ്. അതുപോലെ 3ാമത്തെ പ്രോഗ്രാം ആയിരുന്നു ഇന്ന് നിങ്ങൾ കൊയ്യാൻ വന്ന കൃഷി. ഉള്ളാട്ടിൽ രവീന്ദ്രൻ സാറെ ഈ ചടങ്ങിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ഒക്ടോബർ 7-നാണ് ഈ രക്തശാലി ഇവിടെ ആദ്യമായിട്ട് നടാൻ സാധിച്ചത്. കാരണം മോദിക്കുട്ടി പക്ഷെ പറഞ്ഞ മാതിരി തന്നെ വെറും 4 മാസം കൊണ്ടാണ് ഒയിസ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുള്ളത്. ഒയിസ്ക ഇന്റർനാഷണൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് 1961 ജപ്പാനിലാണ്. യുനെസ്കോ നക്കാനോ എന്ന ഒരു അയാൾ ഫ്രീഡം ഫൈറ്ററാണ്. പക്ഷേ ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിൽ അയാൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അവിടെ ടോക്കിയോയിലാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത്. UK-യുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫസ്റ്റ് NGO ആണ് ഒയിസ്ക ഇന്റർനാഷണൽ. നമ്മുടെ മെയിൻ തത്വം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, അഗ്രികൾച്ചർ, ഡീഫോറസ്ട്രേഷൻ ഇതെല്ലാമാണ്. അതേസമയം സൗത്ത് ഇന്ത്യ ചാപ്റ്റർ ആദ്യമായിട്ട് ഒരു കോഴിക്കോട് ഹെഡ് ക്വാർട്ടേഴ്സ് തുടങ്ങിയത് 1985. അതാണ് 40 വർഷം എന്ന് മൊയ്തീൻകുട്ടി സാർ പറഞ്ഞത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മളിവിടെ 40 ചെടികൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് തുടങ്ങിയത്. ഈ ഉദ്യമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി ശ്രീ കുമാരൻ സാർ അവരെ ക്ഷണിക്കുന്നു. തിരുനാവായ ചാപ്റ്ററിനും ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത്രയും മനോഹരമാക്കിയ ഇത്തരമൊരു സംരംഭം കുറിച്ച് നമ്മുടെ വാർഡ് മെമ്പർ സോളമൻ, നമ്മുടെ സന്തോഷ്, സ്വാഗതം പള്ളിയ നമ്മുടെ മൊയ്തീൻകുട്ടി മാഷ്, ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഓഫീസർ ADA തിരുനാവായ കൃഷി ഓഫീസർ, അവരെ ഈ പരിപാടിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന
ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമിലൊരു സ്പെഷ്യാലിറ്റി റൈസ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള നെല്ലിനങ്ങളുടെ ഒരു വ്യാപനത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ ഫണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നുണ്ട്. പിന്നെ സ്പെഷ്യാലിറ്റി റൈസ് എന്നാണ് അതിൻ്റെ. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഇനങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ തന്നെ വളരെ ആവശ്യമാണ്. രക്തശാലി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൽ അത് പേര് പോലെ തന്നെ അതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു നെല്ലിനമാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നെല്ലിനമാണ്. അപ്പോൾ ഒരുപാട് പേരിലേക്ക് ഈ കൃഷി വ്യാപിപ്പിക്കുന്നതിനും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയുള്ള തുടർ പ്രവർത്തനത്തിലൂടെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒയ്സ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്ററും ഈ നാട്ടുകാരും ഒത്തുചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ വലിയൊരു പരിപാടിയിലേക്ക് AES സെൻട്രൽ സ്കൂൾ അല്ലൂർ എന്ന ഞങ്ങളുടെ സ്ഥാപനത്തെ കൂടി പരിഗണിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിനും അതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും ആ മനസ്സിന് നമ്മൾ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തരം കൊയ്ത്തുത്സവം പോലെയുള്ള ഇത്തരം സംരംഭങ്ങൾ മനുഷ്യനും പ്രകൃതിയും മണ്ണും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഉദാഹരണങ്ങളാണെന്ന് ഓർമ്മിക്കട്ടെ. ഒരു കൊയ്ത്തുത്സവം പോലെ ഇവിടെ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ പണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അതൊരു മേഖല തന്നെ ആയിരുന്നത് ഇന്ന് ഇത്തരം സംഘാടകർ മാത്രം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയായി മാറിക്കഴിഞ്ഞു. എങ്കിലും ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ കാണിക്കുന്ന അവരുടെ മനസ്സ്. മെമ്പറായ സോളമൻ ചേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. അതോടുകൂടി ഈ കൊയ്ത്തുത്സവത്തിന് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരള ബാങ്കിൻ്റെ പേരിലും അവിടുത്തെ മാനേജർ എന്ന പേരിലും എല്ലാവർക്കും നന്ദിയും ആശംസയും നേർന്നുകൊണ്ട് നിർത്തും. കൊയ്ത്തും കൊയ്ത്തുപാട്ടും കൊയ്ത്തുത്സവവും നടിയിലും എല്ലാം അന്യം നിന്ന് പോയ ഒരു കാലത്ത് അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രൂപത്തിൽ OISCA പോലെ ഒരു ഇൻ്റർനാഷണൽ സംഘടന ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ വെങ്കളം പാടത്ത് നമുക്കിടയിൽ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന ഒരു സാധനമാണ്. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന സാധനമാണ്. അത് ഇതിവിടെ കൃഷി ചെയ്താൽ നമ്മുടെ സോളമൻ സാറിന് ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കുട്ടികൾ നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിച്ചതിന് തിയറി പഠിക്കുന്നതിലൊക്കെ ഉപരിയായിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ വെങ്കളം പാടശേഖരത്ത് വന്ന നിങ്ങൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുകൂടാതെ OISCA ഇന്റർനാഷണലിന്റെ നേതൃത്വം കൊടുക്കുന്ന നമ്മളെ റെഗുലേറ്ററും എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാവർക്കും നമ്മൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മളെ കർഷകരായിട്ടുള്ള നമ്മളെ സോളമൻ സാറ് അതെല്ലാം കർഷകരെല്ലാവരും തന്നെ നമ്മൾ ഈ ചെളിയിൽ കാല് കുത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിൽ കൈ കുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. കൃഷിയെല്ലാം പഠിപ്പിക്കാനും അതിൻ്റെ എല്ലാവിധ കൃഷി രീതികളും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാല അഥവാ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ജോലി ചെയ്യുന്നത്. അതിന് പുറമെ നമ്മളിപ്പോൾ നെൽകൃഷി മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കേണ്ട കാര്യമുള്ളൂ. ഈ രക്തശാലിയ എന്ന് പറയുന്ന ഈ രക്തശാലി ഇതിൻ്റെ പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു കൃഷി നെൽകൃഷിയിൽ നമ്മൾക്ക് ഏറ്റവും ചെലവ് വരുന്നൊരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ അറിയോ? ഇല്ല. നെൽകൃഷി ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള നിലമൊരുക്കലിലാണ് കൂടുതൽ ചെലവ് വരിക. കർഷകർക്കും ഞങ്ങൾക്കും കർഷകരുടെ ഫീൽഡ് പോയി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അങ്ങനെ തന്നെയാണ്. അതുപോലെ കൃഷി ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെയുള്ള കൊയ്ത്തുത്സവങ്ങളും നടത്തുമ്പോൾ അതും നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന സോളമൻ ചേട്ടനെ പോലെയുള്ള കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഓരോ പരിപാടികളിലും വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ കാര്യത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അപ്പോൾ ഈ പ്രദേശത്ത് തിരുനാവായ പ്രദേശത്ത് ഏറ്റവും പുതിയ വിത്തുകൾ വരുമ്പോൾ അത് ഞാനാണ് ആദ്യമായിട്ട് കൃഷി ചെയ്യാറ്. പിന്നീട് പലരും അതിന് പേരെടുക്കാറുണ്ട്. പക്ഷേ ഞാൻ പേരെടുക്കാൻ വേണ്ടി എവിടെയും പോയിട്ടില്ല. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്
രക്തശാലി ചെയ്യുന്നുണ്ട്, നവര ചെയ്യുന്നുണ്ട്. അത് പുതിയ വിത്തുകളാണ്. പിന്നെ ഈ വർഷം ഒരു പുതിയ വിത്ത് കൂടി ഞാൻ പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. VNR 2233. അത് ആന്ധ്രയിൽ നിന്നാണ് ആ വിത്ത് ഞാൻ കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നോക്കിയാൽ കാണാം, ഈ മറ്റു നെല്ലിനേക്കാളും ഉയർന്നൊരു നല്ല നെല്ലായിട്ടാണ് നിൽക്കുന്നത്. കാണുന്നവർക്ക് പോയി കാണാം, കതിരൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു 100 ദിവസത്തെ മുമ്പാണ് ഈ രക്തശാലിക്ക് വരുന്നത്. ഇപ്പോൾ ഏകദേശം 110 ദിവസമായി. 110 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊയ്തു പോകും. ആ കൊയ്ത്ത് സ്ഥലത്തിനാണ് നിങ്ങളെല്ലാവരോടും വന്നത്. വന്നെല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഭാരതീയ വിദ്യാഭവൻ നട്ട നെല്ല് കൊയ്യുന്നത് AES പബ്ലിക് സ്കൂളാണ്. നമുക്കറിയാം, നമ്മളൊക്കെ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളും വെക്കുമ്പോൾ അത് ആരോ വെക്കുന്നു, നമ്മളത് പറിച്ചെടുക്കുന്നു. അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം പുതുതലമുറയെ അറിയിക്കുക, കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ വലിയൊരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏഷ്യയിലെ തന്നെ ഒരു പ്രധാനമായിട്ടുള്ള സ്ഥാപനം. ഇത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി ക്ലാസ്സുകൾ നടത്താൻ നബാർഡും അതുപോലെ തന്നെ കേരള ബാങ്കും പിന്തുണയ്ക്കുന്നുണ്ട്. എന്താണ് കൃഷി? കൃഷി ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരാദ്യം അവരുടെ കാര്യങ്ങളെക്കുറിച്ച്, അടിസ്ഥാന ആവശ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. വേണ്ടേ? നമ്മൾക്ക് എന്താ വേണ്ടത്? അടിസ്ഥാനമായിട്ട് എന്തൊക്കെ വേണം? ഭക്ഷണം വേണം. സ്വയം പര്യാപ്തരാവണം ഓരോരുത്തരും. അപ്പോൾ തുടക്കം മുതലേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വരുമാനം വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള സംരംഭങ്ങളാവാം, കാർഷിക മേഖലയിലുള്ള സംരംഭങ്ങളാവാം, കൃഷിയാവാം, അങ്ങനെയൊക്കെയുള്ള സംരംഭത്തിന് വായ്പ വാങ്ങാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സിബിൽ എന്നൊക്കെ പറഞ്ഞ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് സ്കോർ ഏജൻസികളുണ്ട്. അവരെന്ത് ചെയ്യും? നമ്മളെ എല്ലാം മുകളിലിരുന്ന് കാണും. അപ്പോൾ എന്തായിരിക്കും? 900-ലാണ് മാർക്ക്. എല്ലാവരുടെയും മാർക്ക് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പണം എടുത്ത് തിരിച്ചടയ്ക്കുന്നവരുടെ സ്കോർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അഥവാ തിരിച്ചടയ്ക്കാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ കുറഞ്ഞിരിക്കും. ഇപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വായ്പയിലേക്ക് ചെല്ലുന്നത് അവരുടെ ചിലപ്പോൾ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വായ്പയായിരിക്കും. ഇന്നും ബാങ്കുകൾ, നമ്മുടെ രാജ്യം പറയുന്നത്, നമ്മുടെ രാജ്യത്ത് സാങ്കേതിക വിദഗ്ധരും അങ്ങനെയുള്ള കഴിവുറ്റ പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടി ബാങ്കുകൾ ധാരാളം പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താഴ്ത്തി കൊയ്യടി താളത്തിൽ കൊയ്യടി ചുറു ചുറുക്കുള്ള ശിങ്കാരി മുറുക്കി ചോപ്പിച്ച കിളന്ന് ചുണ്ടിലെ പാട്ടുയരട്ട ശിങ്കാരി മുറുക്കി ചോപ്പിച്ച കിളന്ന് ചുണ്ടിലെ പാട്ടുയരട്ട ശിങ്കാരി വെളുത്ത വെറ്റില 100 തേച്ചിനി നേരം കളയല്ല ശിങ്കാരി തണുത്ത വെള്ളത്തിൽ കുളിച്ച് വന്നെങ്കിൽ പെരി പൊഴിഞ്ഞടി ശിങ്കാരി മുറുക്കി ചോപ്പിച്ച കിളന്ന് ചുണ്ടിലെ പാട്ടുയരട്ട ശിങ്കാരി വെളുത്ത വെറ്റില 100 തേച്ചിനി നേരം കളയല്ല ശിങ്കാരി തണുത്ത വെള്ളത്തിൽ കുളിച്ച് വന്നെങ്കിൽ പെരി പൊഴിഞ്ഞടി ശിങ്കാരി വെളുത്ത വെറ്റില 100 തേച്ചിനി നേരം കളയല്ല ശിങ്കാരി തണുത്ത വെള്ളത്തിൽ കുളിച്ച് വന്നെങ്കിൽ പെരി പൊഴിഞ്ഞടി ശിങ്കാരി ശിങ്കാരി തണുത്ത വെള്ളത്തിൽ കുളിച്ച് വന്നെങ്കിൽ പെരി പൊഴിഞ്ഞടി ശിങ്കാരി ആഴ്ത്തിക്കൊയ്യടി താളത്തിൽ കൊയ്യടി ചുറു ചുറുക്കുള്ള ശിങ്കാരി മുറുക്കി ചോപ്പിച്ച കിളന്ന് ചുണ്ടിലെ പാട്ടുയരട്ട ശിങ്കാരി എണ്ണമില്ല ജനം ജന്മം നിലനിർത്താൻ ഈ മണ്ണ് പൊന്നായി മാറിയതാണ്. ഇനിയും ഈ ഭൂമിയിൽ ജന്മം നിലനിർത്താൻ മണ്ണിനെ പൊന്നായി നാം മാറ്റിയിടണം. എണ്ണമില്ല ജനം ജന്മം നിലനിർത്തി മുറുക്കി ചോപ്പിച്ച കിളന്ന് ചുണ്ടിലെ പാട്ടുയരട്ട ശിങ്കാരി.
സ്വർണ്ണത്തിളക്കത്തിൽ കൊയ്യാൻ വായന്റെ ശിങ്കാരി. എണ്ണമില്ല ജനം ജന്മം നിലനിർത്താൻ ഈ മണ്ണ് പൊന്നായി മാറിയതാണ്. ഇനിയും ഈ ഭൂമിയിൽ ജന്മം നിലനിർത്താൻ മണ്ണിനെ പൊന്നായി നാം മാറ്റിയിടണം. എണ്ണമില്ല ജനം ജന്മം നിലനിർത്താൻ ഈ മണ്ണ് പൊന്നായി മാറിയതാണ്. ഇനിയും ഈ ഭൂമിയിൽ ജന്മം നിലനിർത്താൻ മണ്ണിനെ പൊന്നായി നാം മാറ്റിയിടണം. മൂറിക്ക് ചോപ്പിച്ച കിളന്ന് ചുണ്ടിലെ പാട്ടുയരട്ടെ ശിങ്കാരി. മീഡിയ ന്യൂസ് തിരൂർ.